ഹെസ്ബുള്ളയോട് വീണ്ടും തോറ്റ് ഇസ്രയേൽ. ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഹിസ്ബുള്ളയെ പൂർണ്ണമായും തോൽപ്പിക്കാൻ ഇസ്രയേലിനായിട്ടില്ല. ഈ വെടിനിർത്തലിലൂടെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുമോ? ഹെസ്ബുള്ളയുടെ ജനനം തന്നെ ഇസ്രയേലിന്റെ അതിക്രമണത്തിൽ നിന്നാണ്. ഇസ്രയേൽ ഹെസ്ബുള്ള ശത്രുതയ്ക്ക് അരനൂറ്റാണ്ടോളം പഴക്കവുമുണ്ട്. 1982 ആദ്യമായി സദേൺ ലബനോനിലേക്ക് ഇസ്രയേൽ കടന്നു കയറി. പലസ്തീൻ ലിബറേഷൻ ഓഫ് ഓർഗനൈസേഷൻ സദേൺ ലബനാനിൽ നിന്ന് തങ്ങൾക്കെതിരെ ആക്രമണം നടത്തി എന്നാരോപിച്ചാണ് ഇസ്രയേൽ കടന്നു കയറിയത്. സദേൺ ലബനാൻ ഇസ്രയേൽ പിടിച്ചടക്കി. ഇസ്രയേലിനെ പുറന്തള്ളാൻ അനവധി പുതിയ ചെറിയ ട്രൂപ്പുകൾ ഉടലെടുത്തു. അതിനിടയിൽ ഷിയ ഗ്രൂപ്പ്സായ ഹെസ്ബുള്ളയും പിറവിയെടുത്തു. ഇറാന്റെ പിന്തുണയോടുകൂടിയായിരുന്നു ഷിയ ഗ്രൂപ്പുകളുടെ ഉദയം. 1985 ഹെസ്ബുള്ള തങ്ങളുടെ ആം ടു വിങ് രൂപീകരിച്ച് ഇസ്രയേലിനെതിരെ യുദ്ധവും ആരംഭിച്ചു. ഹെസ്ബുള്ളയുടെ യുദ്ധമുറകൾ വളരെ വേഗം ശക്തമായി. സദേൺ ലബനാനിൽ നിന്നും ലിതാനി നദിയുടെ അടുത്തേക്ക് ഹെസ്ബുള്ളയ്ക്ക് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കുവാൻ കഴിഞ്ഞു. 1993 ഇസ്രയേൽ വീണ്ടും ലബനാനെ ആക്രമിച്ചു. ഈ യുദ്ധം 7 ദിവസത്തോളം നീണ്ടുനിന്നു. ഈ ആക്രമണത്തിൽ ഇസ്രയേൽ ലബനാനിലുള്ള അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചു. അതിന് തിരിച്ചടി നൽകിയ ഹെസ്ബുള്ള വടക്കൻ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ 100ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 500ഓളം പേർക്ക് പരിക്കേൽക്കുകയും കൂടാതെ നിരവധി കെട്ടിടങ്ങൾക്കും മറ്റും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. 1996 വീണ്ടും ഇസ്രയേൽ ലബനാനെ ആക്രമിച്ചു. ഈ യുദ്ധം 17 ദിവസത്തോളം നീണ്ടുനിന്നു. ഈ ആക്രമണത്തിൽ 2 സൈഡിലും മനുഷ്യക്കുരുതിയും നാശനഷ്ടങ്ങളും നിരവധി ഉണ്ടായി. ഈ സമയത്ത് തന്നെ യുണൈറ്റഡ് നേഷന്റെ കോമ്പൗണ്ടിൽ ഇസ്രയേൽ ഷെല്ലാക്രമണവും നടത്തി. 800ഓളം അഭയാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ 100ഓളം സാധാരണക്കാർ കൊല്ലപ്പെടുകയും 116ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ 37 കുട്ടികളും ഉൾപ്പെടുന്നു. 2000 1 വർഷം നീണ്ടുനിന്ന അധിനിവേശം ഇസ്രയേൽ അവസാനിപ്പിച്ചു. ഇസ്രയേലിനെതിരെ പ്രതിരോധത്തിന് നേതൃത്വം നൽകിയത് ഹസൻ നസ്രുള്ള ആയിരുന്നു. 2006 ഹിസ്ബുള്ള 3 ഇസ്രയേലി സൈനികരെ കൊലപ്പെടുത്തുകയും 2 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ബന്ദികളാക്കിയ ഇസ്രയേലി സൈനികരെ വിട്ടുകിട്ടണമെങ്കിൽ ഇസ്രയേലി ജയിലിൽ കഴിയുന്ന ഹെസ്ബുള്ള അംഗങ്ങളെ മോചിപ്പിക്കണമെന്ന് ഹെസ്ബുള്ള ഡിമാൻഡും വെച്ചു. 2 വർഷത്തിനു ശേഷം ഇസ്രയേൽ സൈനികരുടെ ഡെഡ് ബോഡിക്ക് പകരമായി ഇസ്രയേൽ 5 ലബനീസ് ജയിൽ പുള്ളികളെ മോചിപ്പിച്ചു. അതേ വർഷം തന്നെ ജൂലൈയിൽ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടു. 34 ദിവസം നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ ലബനോനിൽ 1200ഓളം പേർ മരിക്കുകയും 4400ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സാധാരണക്കാരാണ് അധികവും മരണപ്പെട്ടത്. 158 മരണം ഇസ്രയേലിലും ഉണ്ടായി. അതിൽ അധികവും ഇസ്രയേലി പട്ടാളക്കാരായിരുന്നു. ഇവിടെ വിജയിക്കാനാവാതെ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി ഇസ്രയേൽ പിന്മാറി. അതിനുശേഷം 2023 ഒക്ടോബറിന് ഹിസ്ബുള്ള ഇസ്രയേലിനെ ആക്രമിച്ചു. ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ആക്രമണം തുടങ്ങിയത്. ഒക്ടോബറിൽ ഇസ്രയേൽ ലബനനിൽ കരയുദ്ധം ആരംഭിച്ചു. ഇറാന്റെ പിന്തുണയും ആയുധവുമായി ഹിസ്ബുള്ള തിരിച്ചടിച്ചു. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള അടക്കം 8ഓളം സൈനിക കമാൻഡർമാരെയും ഇസ്രയേലിന് വധിക്കാനായി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ ഹിസ്ബുള്ള പകരമായി പല പ്രാവശ്യം ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ദിനംപ്രതി ഹൈഫയിലേക്കും ടെൽ അവീവിലേക്കും മിസൈൽ പാഞ്ഞുകൊണ്ടിരുന്നു. ഹിസ്ബുള്ളയുടെ തലപ്പത്തുള്ള നേതാക്കന്മാരെ വധിച്ചുവെങ്കിലും ആയുധങ്ങൾ നശിപ്പിച്ചുവെന്ന് ഇസ്രയേൽ അവകാശപ്പെടുമ്പോഴും വെടിനിർത്തൽ കരാർ ഉണ്ടാവുന്നതിന് തലേ ദിവസം വരെയും 400ഓളം റോക്കറ്റ് ആക്രമണങ്ങൾ നടത്താൻ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒടുവിൽ വെടിനിർത്തൽ കരാറുണ്ടായി. 6 അറബ് രാജ്യങ്ങളെ ഒറ്റയ്ക്ക് തോൽപ്പിച്ച് എന്ന വീരവാദ്യം പറയുന്ന ഇസ്രയേലിന് ഒരു ഓർഗനൈസേഷൻ മാത്രമായ ഹിസ്ബുള്ളയെ ഇന്ന് വരെ തകർക്കാനായിട്ടില്ല. ഇറാന്റെ നവീന ആയുധങ്ങളും ട്രെയിനിങ്ങുകളും അടക്കം ലഭിക്കുന്ന ഹിസ്ബുള്ളയെ തകർക്കുക എന്നത് ഇസ്രയേലിന് അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയാണ് ഇസ്രയേൽ ഒരു വെടിനിർത്തലിന് സമ്മതിച്ചത്. എന്നാൽ ഈ വെടിനിർത്തലും ശാശ്വതമാവാനുള്ള സാധ്യതകളില്ല. ഇനിയും ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ തുടർന്നേക്കാം.